Hi students, midterm IT exam 2022 സ്റ്റാൻഡേർഡ് 9th റൈറ്റർ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ നോക്കാം. Prepare a note on Little Kites in LibreOffice Writer as shown the image shown in the model as per the instructions given below. Open the file lk.ott from the folder exam documents 9 in home using LibreOffice Writer software. Set the orientation as landscape and arrange the content in 2 columns. Include the image lk logo.png from the folder images 9 in home as in the model. Give a page border. അപ്പോൾ ഇതിൻ്റെ മലയാളത്തിലെ ക്വസ്റ്റ്യനും കൂടി നോക്കാം. ലിറ്റിൽ കൈറ്റ്സിനെ സംബന്ധിക്കുന്ന ഒരു കുറിപ്പ് താഴെ കാണിച്ചിരിക്കുന്ന മാതൃകയിൽ ലിബ്രെ ഓഫീസ് റൈറ്ററിൽ തയ്യാറാക്കുക. ചുവടെ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഇത് തയ്യാറാക്കേണ്ടത്. ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സ് 9ലുള്ള lk.ott എന്ന ഫയൽ ലിബ്രെ ഓഫീസ് റൈറ്റർ ഉപയോഗിച്ച് തുറക്കുക. അപ്പോൾ നമുക്കിത് ആ ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്യാം. അതിനായിട്ട് ആപ്ലിക്കേഷൻസിൽ ഓഫീസിൽ ലിബ്രെ ഓഫീസ് റൈറ്ററിന് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഫയലിൽ ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഹോമിൽ എക്സാം ഡോക്യുമെൻറ്റ്സ് 9. ഇപ്പോൾ ഇവിടെ എക്സാം ഡോക്യുമെൻറ്റ്സ് 9 ഓപ്പൺ ചെയ്തു. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന lk.ott എന്നുള്ള ഫയലാണ്, അത് ഓപ്പൺ ചെയ്തു. ഇപ്പോൾ ഈ ഒരു ഫയൽ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പേജ് ഓറിയൻറ്റേഷൻ ലാൻഡ്സ്കേപ്പ് ആക്കി ഉള്ളടക്കം 2 കോളങ്ങളാക്കി മാറ്റാനാണ്. അപ്പോൾ അതിനായിട്ട് സെറ്റ് ദ ഓറിയൻറ്റേഷൻ ആസ് ലാൻഡ്സ്കേപ്പ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതൊന്ന് സെലക്ട് ചെയ്യാം. കോളംസ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് ഫോർമാറ്റ് എന്നുള്ള മെനുവിൽ പേജ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആ പേജ് എന്നുള്ള ഓപ്ഷൻ എടുത്തു. ഇതിൽ ആദ്യമുള്ളത് പേജ് എന്നാണ്. ഇവിടെ നമ്മൾ ലാൻഡ്സ്കേപ്പ് ഓറിയൻറ്റേഷൻ എന്നുള്ളിടത്ത് ലാൻഡ്സ്കേപ്പ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് കോളംസ് ആണ്. അതിനായിട്ട് കോളംസ് എന്നുള്ള ടാബ് സെലക്ട് ചെയ്യുന്നു. അവിടെ നമുക്ക് തന്നിരിക്കുന്നത് 2 കോളമായിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ 2 കോളം എന്ന് കൊടുക്കാം. ഇവിടെ ടൈപ്പ് ചെയ്താൽ മതി, 2 കോളം എന്ന് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇവിടുന്ന് സെലക്ട് ചെയ്താലും മതി. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കോളം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളോട് ഇതിനൊരു ബോർഡർ പറഞ്ഞിട്ടുണ്ട്. ഗിവ് പേജ് ബോർഡർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ബോർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് ബോർഡേഴ്സ് എന്നുള്ള ടാബ് സെലക്ട് ചെയ്തു. ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ സെറ്റ് ഓൾ 4 ബോർഡേഴ്സ് എന്നുള്ളത് നമ്മൾ കൊടുക്കുകയാണ്. അപ്പം 4 സൈഡിലും ബോർഡേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ 2 സൈഡിലൊക്കെയാണ് വേണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വേറെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്തു. നമുക്ക് വേണ്ട കളറൊക്കെ ഇവിടുന്ന് കൊടുക്കാം. നമ്മളോട് അങ്ങനെയൊന്നും പറയാത്തതുകൊണ്ട് ഇതൊന്നും സെലക്ട് ചെയ്യുന്നില്ല. എന്നിട്ട് ജസ്റ്റ് അപ്ലൈ കൊടുത്തു, ഓക്കെ എന്ന് കൊടുക്കുന്നു. അപ്പോൾ നമ്മളോട് പറഞ്ഞതുപോലെ ഇവിടെ 2 കോളമായിട്ട് ഈ ഒരു ഡോക്യുമെൻ്റ് വന്നിട്ടുണ്ട്. ഇനി പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഇവിടെ ഒരു പിക്ചർ ആഡ് ചെയ്യാനാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് പിക്ചർ വേണ്ടെടുത്ത് ലിറ്റിൽ കൈറ്റ്സ് എന്ന് കഴിഞ്ഞ പാടാണ് പിക്ചർ വേണ്ടത്. അവിടെ ജസ്റ്റ് നമ്മൾ എൻ്റർ പ്രസ് ചെയ്തിട്ട് ആ കേഴ്സർ സെറ്റ് ചെയ്ത് വെക്കുന്നു. ഇനി നമുക്ക് പിക്ചർ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ഇവിടെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇൻസേർട്ട് ഇമേജ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് പിക്ചർ ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഹോമിൽ ഇമേജസ് 9 ആണ്. അതിൽ ഇമേജസ് 9 എന്നുള്ളത് ഓപ്പൺ ചെയ്യുന്നു. lk ലോഗോ എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു, ഓപ്പൺ കൊടുക്കുന്നു. ഇപ്പോൾ ഈ ഒരു ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് പോലെ ഒരു നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കിവിടെ ഒന്ന് എൻ്റർ പ്രസ് ചെയ്തിട്ട് കുറച്ചും കൂടി ടെക്സ്റ്റ് അപ്പുറത്തേക്ക് ആക്കാം. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ നമ്മളൊരു ടെക്സ്റ്റ് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ലിറ്റിൽ കൈറ്റ്സ് എന്നുള്ളത് ഇവിടെയാണ് വേണ്ടത്. വേണമെങ്കിൽ ഇതെടുത്ത് ഇവിടേക്ക് സെറ്റ് ചെയ്യാം. അപ്പം നമ്മളോട് പറഞ്ഞതുപോലെ നമ്മൾ ഈ ഒരു ഡോക്യുമെൻ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സേവ് ചെയ്യാം. അതിനായിട്ട് ഫയലിൽ സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഹോമിൽ എക്സാം 9ൽ നിങ്ങളുടെ റോൾ നമ്പർ ക്ലാസ് _ ക്വസ്റ്റ്യൻ നമ്പർ ഗ്രൂപ്പ് 2 ആണെങ്കിൽ 2 എന്ന് കൊടുത്തു, സേവ് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രിപ്പയർ എ ട്രാഫിക് സിഗ്നൽ കാർഡ് ആസ് ഇൻ ദ മോഡൽ ഇൻ LibreOffice Writer. Hence, include the image nohorn.png from the folder images 9 in home. Type the text horn arith and format it as below. Font Noto Serif Malayalam. Font size 40.
Save this file with your register number _ question number at the file name to the folder exam 9 in home. അതിനെ മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻ നോക്കാം. നൽകിയിരിക്കുന്ന മാതൃകയിൽ ഇതുപോലെ ഒരു ട്രാഫിക് സിഗ്നൽ കാർഡ് ലിബ്രെ ഓഫീസ് റൈറ്റർ തയ്യാറാക്കുക. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ലിബ്രെ ഓഫീസ് റൈറ്റർ ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻസിൽ ഓഫീസിൽ ലിബ്രെ ഓഫീസ് റൈറ്റർ ഓപ്പൺ ചെയ്തു. ഇപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഇമേജ് ഹോമിലെ ഇമേജസ് നാനിൽ നിന്നും nohome.png എന്ന ചിത്രം ഉൾപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഇമേജ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇവിടെ ഇൻസേർട്ട് ഇമേജ് എന്ന് കൊടുക്കുന്നു. അവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഫയൽ ഓപ്പൺ ചെയ്യാം. നേരത്തെ പോലെ ഹോമിൽ ഇമേജസ് 9 എന്നുള്ളത് ഓപ്പൺ ചെയ്തു. അതിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് nohome.png ആണ്. ഈ ഒരു പിക്ചർ സെലക്ട് ചെയ്തു. ഈ ഒരു പിക്ചർ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഹോൺ അരുത് എന്നുള്ളത് ടൈപ്പ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് സെൻറ്റർ അലൈൻമെൻറ്റ് കൊടുക്കുന്നു. ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് സെൻറ്റർ അലൈൻമെൻറ്റ് കൊടുക്കുക. ഇനി ഇതിവിടെ നമ്മൾ മലയാളം ടൈപ്പിംഗ് ആക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്തു മലയാളം ആക്കി. ഇനി ഹോൺ അരുത് എന്നുള്ളത് കൊടുക്കാം. യു ക്ലിക്ക് ചെയ്തു. എ ഷിഫ്റ്റ് എക്സ് ഷിഫ്റ്റ് ഡി ജെ ജി എൽ അതേപോലെ ഡി ഇങ്ങനെ കൊടുത്തു. അതിന് ശേഷം ഇതൊന്ന് സെലക്ട് ചെയ്തിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിന് വേണ്ട ഫോണ്ട് നോട്ടോ ഷെരീഫ് മലയാളം ഫോണ്ട് സൈസ് 40 എന്ന് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മളൊന്ന് സെലക്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ ഇവിടെ പ്രോപ്പർട്ടീസ് എടുത്തിട്ട് ഇവിടുന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ഏതാണോ നിങ്ങൾക്ക് എളുപ്പം തോന്നുന്നത് ആ രീതിയിൽ ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്തു. എന്നിട്ട് നമ്മളോട് പറഞ്ഞ ഇതാ നോട്ടോ ഷെരീഫ് എന്നുള്ള ഈ മലയാളം സെലക്ട് ചെയ്തു. അതേപോലെ തന്നെ ഇവിടുന്ന് 40 എന്നാക്കി മാറ്റുന്നു. വേണമെങ്കിൽ നമുക്കൊരു ബോൾഡ് എന്നുള്ളതും കൊടുക്കാം. ഇതാണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞത്. ഇനി ഇതൊന്ന് സേവ് ചെയ്യാം. അതിനായിട്ട് ഫയലിൽ സേവ് ആസ് എന്ന് കൊടുത്തു. ഹോമിൽ എക്സാം 9 നമ്മളുടെ റോൾ നമ്പർ കൊടുക്കുന്നു. ക്ലാസ് _ ക്വസ്റ്റ്യൻ നമ്പർ 2 ആണെങ്കിൽ ഗ്രൂപ്പ് 2 ആണെങ്കിൽ 2 എന്ന് കൊടുത്തു. സേവ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.